നെക്സ്റ്റ് ടോപ്പിക് നെസ്റ്റിംഗ് ഓഫ് if else സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി if else സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇനി നമുക്കൊരു if else സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് എന്ത് ഉപയോഗിക്കുന്നത്, നെസ്റ്റിംഗ് ഓഫ് if else സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. Nesting of if else when there are another if else statement in if block or else block, then it is called nesting of if else statement. ഒന്നുകിൽ if പാർട്ട്, അതായത് നമ്മളൊരു പെർട്ടിക്കുലർ കണ്ടീഷൻ കൊടുത്തു, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും കണ്ടീഷൻസ് ചെക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഫാൾസ് സെക്ഷനിൽ വീണ്ടും നമ്മൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യേണ്ടി വരും. ഇതിനെയാണ് എന്ത് പറയുന്നത്, നെസ്റ്റിംഗ് ഓഫ് if else സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് സിൻടാക്സ്, ഇഫ് എ പെർട്ടിക്കുലർ കണ്ടീഷൻ ടെസ്റ്റ് കണ്ടീഷൻ കൊടുത്തു, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ടെസ്റ്റ് അനദർ കണ്ടീഷൻ, അതായത് ടെസ്റ്റ് കണ്ടീഷൻ ട്രൂ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഇഫ് കണ്ടീഷൻ 1ഉം 2ഉം ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യണം. 1 and 2 1 ട്രൂ ആണ്, ദെൻ 2 എന്ന് പറയുന്ന കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് സെറ്റ് 2 എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ദെൻ അതിൻ്റെ കൺട്രോൾ എങ്ങോട്ട് പോകും, ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിനകത്തേക്ക് കൺട്രോൾ മൂവ് ചെയ്യും. അപ്പോൾ ഇഫ് ദ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ഫാൾസ്, ദെൻ ഇറ്റ് ഗോസ് ടു ദ ഫസ്റ്റ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് സെറ്റ് 3 ഈസ് എക്സിക്യൂട്ടഡ്. സ്റ്റേറ്റ്മെൻറ്റ് സെറ്റ് 3 എക്സിക്യൂട്ട് ചെയ്തിട്ട് നേരെ എങ്ങോട്ടേക്ക് പോകുന്നു, സ്റ്റേറ്റ്മെൻറ്റ് എക്സിനകത്തേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലോ ചാർട്ട് നോക്കാം. ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ, condition true ആണെങ്കിൽ then check another condition. If that condition is true, then execute the statement set 1. If the second condition is false, then the execution flow through എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് 2. സ്റ്റേറ്റ്മെൻറ്റ് 2ലേക്കാണ് എക്സിക്യൂഷൻ കൺട്രോളർ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇഫ് ദ കണ്ടീഷൻ ഫസ്റ്റ് കണ്ടീഷൻ, അതായത് നമ്മൾ ഏറ്റവും ആദ്യം എഴുതിയിരിക്കുന്ന ഇഫ് തന്നെ ഫാൾസ് ആവുകയാണെങ്കിൽ എന്തായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക, സ്റ്റേറ്റ്മെൻറ്റ് 3 എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് 1, 2 or 3 ഈ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് സെറ്റ് എക്സിനകത്തേക്ക് പോകും. പിന്നെ നമ്മൾ വീണ്ടും കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ സീക്വൻഷ്യൽ ഓർഡറിൽ പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ നേരത്തെ ചെയ്തിരുന്ന എക്സാമ്പിൾ തന്നെ, അതായത് നമ്പർ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നത്. അപ്പോൾ നമുക്കറിയാം 0 എന്ന് പറയുന്ന നമ്പർ കൊടുക്കുമ്പോൾ 0നെ നമ്മൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കൺസിഡർ ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്ന നമ്പർ 0 ആണോ എന്ന് കൂടി ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ, ഇഫ് n നോട്ട് ഈക്വൽ ടു 0, എന്നിൻ്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും ഒരു കണ്ടീഷനോട് ചെക്ക് ചെയ്യുന്നു, ഇഫ് n ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കി. ഇഫ് n ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പ്രിൻറ്റ് ചെയ്യാം, പോസിറ്റീവ് നമ്പർ ആണെന്ന് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് കൊടുത്തിട്ടില്ല, ബ്രേസ് യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇഫ് n ഗ്രേറ്റർ ദാൻ 0 അല്ല, പക്ഷേ n എന്താണ്, നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് പ്രിൻറ്റ് ചെയ്യുന്നു, നെഗറ്റീവ് ആണെന്ന് പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ കൊടുത്ത കണ്ടീഷൻ ഇഫ് n നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളത് ഫോൾസ് ആണ്, അതായത് അതിൻ്റെ മീനിങ് എന്താണ്, n ഈക്വൽ ടു 0. അപ്പോൾ ഈ വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ഫോൾസ് ആണെങ്കിൽ, അതായത് 0 വാല്യൂണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ എവിടേക്ക് പോകും, പ്രിൻ്റ് ഓഫ് നൈദർ പോസിറ്റീവ് നോർ നെഗറ്റീവ്, പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ല എന്ന് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, ദെൻ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ കൂടി നോക്കാം. അതായത് ഇതേ പ്രോഗ്രാമിനെ തന്നെ മറ്റൊരു രീതിയിൽ എഴുതുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത്, ഇവിടെ n നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള ചെക്കിങ്ങിന് പകരം ഇവിടെ ആദ്യമേ എന്ത് ചെക്ക് ചെയ്തു, ഇഫ് n ഈക്വൽ ടു 0 ആണോ നോക്കി. n ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് ചെയ്തു, നൈദർ പോസിറ്റീവ് നോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇഫ് പാർട്ടിനകത്ത് എന്ത് ചെയ്യുന്നില്ല, നെസ്റ്റ് ചെയ്യുന്നില്ല, കണ്ടീഷൻ ചെക്കിങ് നെസ്റ്റഡ് ആയിട്ടല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇഫ് n ഈക്വൽ ടു 0 അല്ല എന്ന് അസ്യൂം ചെയ്യാം. n ഈക്വൽ ടു 0 അല്ലെങ്കിൽ എങ്ങോട്ടേക്ക് വരും, ഈ എൽസ് പാർട്ടിലേക്ക് വരും. അപ്പോൾ എൽസ് പാർട്ടിന് എന്താണ് ചെക്ക് ചെയ്യുന്നത്, ഇഫ് n ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്തു. n ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, പോസിറ്റീവ് ആണെന്ന് പ്രിൻറ്റ് ചെയ്തു. ഇഫ് n ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ എങ്ങോട്ടേക്ക് പോയി, നെഗറ്റീവ് നമ്പർ എന്ന് പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ നെസ്റ്റഡ് കണ്ടീഷൻ ഉപയോഗിക്കുന്ന എവിടെയാണ്, എൽസ് പാർട്ടിലാണ്. ഇവിടെയാണെങ്കിൽ
കണ്ടീഷൻ നെസ്റ്റ് ചെയ്യുന്നത് ഈഫിലാണ്. ഓക്കെ, ഈ രണ്ട് ഫോമാറ്റിലും നമുക്ക് യൂസ് ചെയ്യാം if else സ്റ്റേറ്റ്മെൻറ്റിന്. ഓക്കെ, ദെൻ നെക്സ്റ്റ് if else if ladder. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് നമ്മൾ ബ്രേസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മിസ്റ്റേക്ക് വരാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഓക്കെ, ഇഫ് എൽസ് ഇഫ് ലാഡർ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് നെസ്റ്റിംഗ് ദർ ഈസ് എൻ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എവരി എൽസ് പാർട്ട് except the last part. If condition is false, control pause to block. Work condition is again checked with it if statement. അതായത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എൽസ് പാർട്ട് വരുമ്പോൾ എൽസിൽ വീണ്ടും ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്ത്, അതായത് ഓരോ എൽസ് പാർട്ടിലും പുതിയ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുക. പൊതുവെ മൾട്ടിവേ ബ്രാഞ്ചിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇഫ് എൽസ് ഇഫ് ലാഡറിൻ്റെ സിൻടാക്സ് നോക്കാം. സിൻടാക്സ് ഇസ് ഇഫ് കണ്ടീഷൻ, ഇഫ് ദ ഫസ്റ്റ് കണ്ടീഷൻ, നമ്മൾ ഏറ്റവും ആദ്യത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഇഫ് ദാറ്റ് കണ്ടീഷൻ ഇസ് ട്രൂ ദെൻ എക്സിക്യൂട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് സെറ്റ് 1. ഇപ്പോൾ നമുക്ക് ഇവിടെ നമ്മളൊരു ബൂളിയൻ എക്സ്പ്രഷൻ കൊടുത്തു. ആ എക്സ്പ്രഷൻ ട്രൂ ആണ് റിസൾട്ട് ചെയ്യുന്നെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് സെറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ, അതായത് എൽസ് പാർട്ടിലേക്ക് വരും. എൽസിൽ വന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് സെറ്റ് 2 എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ഇഫ് ദ കണ്ടീഷൻ ഇസ് ഫോൾസ് ദെൻ ഇറ്റ് ഗോസ് ടു തേർഡ് ബൂളിയൻ എക്സ്പ്രഷൻ. അപ്പോൾ തേർഡ് കണ്ടീഷനിൽ ചെക്ക് ചെയ്യുന്നു. തേർഡ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, സ്റ്റേറ്റ്മെൻറ്റ്സ് സെറ്റ് 3 എക്സിക്യൂട്ട് ചെയ്യും. അപ്പം ദെൻ അങ്ങനെ ആ ഒരു എക്സിക്യൂഷൻ ഇഫിൻ്റെ കണ്ടീഷൻസ് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് പോകും. അപ്പോൾ ഏറ്റവും അവസാനം, അതായത് ഒരു ഫർദർ കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എങ്കിൽ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എൽസ് ആയിരിക്കും. എൽസിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് സെറ്റ് കൊടുക്കും. ഓക്കെ, this process continue until there is no if statement in the last block. ലാസ്റ്റ് ബ്ലോക്കിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല എങ്കിൽ ഈ ഒരു കണ്ടീഷൻ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് വൺ ഓഫ് ദ കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ് ദ കണ്ടീഷൻ അതർ നെസ്റ്റഡ് എൽസ് ഇഫ് വുഡ് നോട്ട് ബി എക്സിക്യൂട്ട്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ദെൻ ആ കണ്ടീഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള എൽസ് പാർട്ടിലുള്ള കണ്ടീഷൻസ് ഒന്നും തന്നെ എന്ത് ചെയ്യില്ല, എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പം നമുക്ക് ഈ ഇഫ് എൽസ് ഇഫിൻ്റെ നെസ്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനെ ഇഫ് എൽസ് ഇഫ് ലാഡർ എന്ന് പറയാൻ കാരണം നോക്കുക, നിങ്ങൾ ഇതിൻ്റെ ഫ്ലോ ചാർട്ട് വരച്ച് നോക്കുമ്പോൾ അത് ഏകദേശം ഒരു ലാഡറിൻ്റെ ഷേപ്പിലല്ലേ വരുന്നത്. അതുകൊണ്ടാണ് ഇഫ് എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലോ ചാർട്ട് ചെക്ക് ചെയ്യാം. ഇപ്പോൾ സീക്വൻഷ്യൽ ഓർഡറിൽ വരുന്നു. ഇവിടെ നിന്നിട്ട് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തു, കണ്ടീഷൻ ട്രൂ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്ത് നേരെ എങ്ങോട്ടേക്ക് പോകും, ഈ ഒരു ഇഫ് എൽസ് ഇഫ് ലാഡറിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റിനകത്തേക്ക് പോകും. ഓക്കെ, ഇഫ് ദ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ കണ്ടീഷൻ എന്ത് ചെയ്തു, 2 എക്സിക്യൂട്ട് ചെയ്തു. 2 എക്സിക്യൂട്ട് ചെയ്തിട്ട് അത് ട്രൂ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് സെറ്റ് 2ലേക്ക് പോകുന്നു. ട്രൂ അല്ലെങ്കിൽ എങ്ങോട്ടേക്ക് പോകുന്നു, കണ്ടീഷൻ 3 എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ കണ്ടീഷൻ 3 ട്രൂ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് സെറ്റ് 3ലേക്ക് പോകുന്നു. അങ്ങനെ നമുക്ക് എത്ര കണ്ടീഷൻസ് വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം. ലാസ്റ്റ് കണ്ടീഷൻ nth കണ്ടീഷൻ ടെസ്റ്റ് ചെയ്തു. nth കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് സെറ്റ് n-ലേക്കും, ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് സെറ്റ് m-നകത്തേക്കും കൺട്രോൾ ഫ്ലോ ചെയ്യും. ദെൻ ഇവിടെ നിന്ന് കൺട്രോൾ നേരെ ഇങ്ങോട്ടേക്ക് വരുന്നു, സ്റ്റേറ്റ്മെൻറ്റ് x-നകത്തേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം നെക്സ്റ്റ്. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കളർ കോഡില്ലേ, വിബ്ജിയോ, അതിലുള്ള കളർ കോഡ്. ഒരു കോഡ് ഞാൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ എന്താണെന്നുള്ളത് പ്രിൻ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കോഡ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ക്യാരക്ടർ ടൈപ്പ് കോഡ് ക്രിയേറ്റ് ചെയ്തു. കോഡ് എൻ്റർ കളർ കോഡ് എൻ്റർ ചെയ്തു. ആ കളർ കോഡിലുള്ള വാല്യൂ സ്മോൾ ലെറ്റർ വി ആവാം. അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ സ്മോൾ ലെറ്റർ വിയിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ വി ആയിരിക്കും. അപ്പോൾ ഞാൻ അതിന് ഇവിടെ ഓർ കണ്ടീഷൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ വി ആണോ നോക്കി, ആണെങ്കിൽ എന്ത് പ്രിൻറ്റ് ചെയ്തു, വയലറ്റ് എന്ന് പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഇഫ് എൻ്റർ ചെയ്തിരിക്കുന്ന കളർ കോഡ് വി അല്ല എന്ന് വിചാരിക്കുക. വി അല്ല ഞാൻ എൻ്റർ ചെയ്തെങ്കിൽ നെക്സ്റ്റ് എന്ത് വരും, ഇഫിൻ്റെ എൽസ് പാർട്ടിൽ വന്നു. അപ്പോൾ നമുക്ക് വിബ്ജിയോയിൽ ഇനി ബാക്കിയുള്ള 6 കളർ കോഡ് കൂടി ചെക്ക് ചെയ്യാനുണ്ട് അല്ലേ, 6 കണ്ടീഷൻസ് കൂടി ചെക്ക് ചെയ്യണം. അപ്പോൾ ഒന്നേ നമ്മളിവിടെ ചെയ്തിട്ടുള്ളൂ, അതിന് ബാക്കി വരുന്ന 6th. അപ്പോൾ നെക്സ്റ്റ് കളർ കോഡ് എന്താണോ നോക്കി, ഐ ആണോ നോക്കി. അപ്പോൾ ഞാനിവിടെ ഓർ എന്നുള്ള ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ എന്ത് യൂസ് ചെയ്തു, നേരത്തെ നിങ്ങൾ C type.h പഠിച്ചൊരു
ഫങ്ഷനാണ് ടു അപ്പർ. ടു അപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താ? അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മുടെ ഈ എൻട്രി ചെയ്തിരിക്കുന്ന കോഡ് ക്യാപിറ്റൽ ലെറ്റർ ആയാലും സ്മോൾ ലെറ്ററിലായാലും അത് എന്തിലേക്ക് വരും? ക്യാപിറ്റൽ ലെറ്ററിലേക്ക് വരും. അപ്പോൾ ക്യാപിറ്റൽ ലെറ്ററിലുള്ള ഐ ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ ഐ ആണോ നോക്കി. അപ്പോൾ സി എന്ന് പറയുന്ന ലാംഗ്വേജ് കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എൻട്രി ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ആണെങ്കിൽ അതിനെ ക്യാപിറ്റൽ ലെറ്റർ വാല്യൂ ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇക്വാലിറ്റി ചെക്ക് ചെയ്യുമ്പം അത് ഫാൾസ് എന്നായിരിക്കും കാണിക്കുക. അപ്പോൾ ആ ഒരു എറർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന വാല്യൂവിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു? ക്യാപിറ്റൽ ലെറ്ററായിട്ട് കൺവേർട്ട് ചെയ്തു. ദെൻ എന്നിട്ട് അതിനെ ക്യാപിറ്റൽ ലെറ്റർ വാല്യൂ ആയിട്ട് ചെക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ടു അപ്പർ ഓഫ് കോഡ് ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പം ട്രൂ ആണെങ്കിൽ ടു അപ്പർ ഓഫ് കോഡ് ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്തു. ട്രൂ ആണെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യുന്നു? ഇൻഡിഗോ എന്ന് പ്രിൻ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് അത് ഐ അല്ല, വിയും അല്ല ഐയും അല്ല. നെക്സ്റ്റ് നമ്മൾ അടുത്ത എൽസിഎഫിനകത്തേക്ക് പോയി. അപ്പോൾ ഇവിടെ ഞാൻ ചെക്ക് ചെയ്യുന്നത് ടു അപ്പർ എന്ന് പറയുന്നത് പോലെ തന്നെ എനിക്ക് എന്ത് യൂസ് ചെയ്യാം? ടു ലോവർ. അത് ഞാൻ ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുത്തതെങ്കിൽ അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? സ്മോൾ ലെറ്ററിലേക്ക്. സ്മോൾ ലെറ്റർ ആണെങ്കിൽ അതിന് തന്നെയായിരിക്കും സ്മോൾ ലെറ്ററിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സ്മോൾ ലെറ്ററിൽ ഉള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് ക്യാരക്ടർ കോഡ് ബി ആണോ എന്ന് ചെക്ക് ചെയ്തു. ബി ആണെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്തു? ബ്ലൂ ആണെന്ന് പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ എൻ്റർ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ വി അല്ല ഐ അല്ല ബി യു അല്ലെങ്കിൽ നെക്സ്റ്റ് ചെക്ക് ചെയ്തു. എൽസിഎഫിലേക്ക് വന്നിട്ട് അത് ജി ആണോ നോക്കി. ജി യു അല്ലെങ്കിൽ വീണ്ടും നെക്സ്റ്റ് എൽസിഎഫിൽ വന്നിട്ട് എന്ത് നോക്കി? വൈ ആണ്. അപ്പോൾ വൈ ആണെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യും? യെല്ലോ എന്ന് പ്രിൻ്റ് ചെയ്തു. ഇനി വൈ അല്ലെങ്കിൽ അതെങ്ങോട്ടേക്ക് പോയി? നെക്സ്റ്റ് കോഡിലേക്ക് വന്ന് ഇവിടെ ഓ ആണ് ഓറഞ്ച് ആണോ നോക്കി. ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച് എന്ന് പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ദെൻ ഓറഞ്ചും അല്ലെങ്കിൽ എന്തിലേക്ക് വരുന്നു? റെഡ് ആണോ എന്ന് ചെക്ക് ചെയ്തു. റെഡ് ആണെന്ന് ആണെങ്കിൽ റെഡ് ആണെന്ന് പ്രിൻ്റ് ചെയ്തു. ഇനി റെഡും അല്ലെങ്കിൽ വിബ്ജി ഓർലൈനി കളർ കോഡ് ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ എന്ത് പ്രിൻ്റ് ചെയ്യണം? ഇൻവാലിഡ് കളർ കോഡ് എന്ന് പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഏകദേശം മനസ്സിലായില്ലേ ഇതിൻ്റെ ഒരു ഫ്ലോ പോകുന്നത് എങ്ങനെയാണെന്ന്. ദെൻ നെക്സ്റ്റ് നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. അതായത് ഒരു കുട്ടിയുടെ മാർക്കിനനുസരിച്ച് ഗ്രേഡ് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ മാർക്ക് എൻട്രി ചെയ്യുന്നു. ആ മാർക്ക് ഗ്രേറ്റർ ദാൻ 90, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്തു? യുവർ ഗ്രേഡ് എ ആണെന്ന് പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ഇഫ് ദ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 അല്ല എങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ദ മാർക്ക് ഇസ് ലെസ് ദാൻ 90. ആ ലെസ് ദാൻ 90 ആയിട്ടുള്ളത് ഗ്രേറ്റർ ദാൻ 70 ആണോ ദെൻ ലെസ് ദാൻ 90 ആണോ? ഇവിടെ വീണ്ടും ലെസ് ദാൻ 90 എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ലെസ് ദാൻ 90 ആണെങ്കിൽ മാത്രമേ എൽസ് പാർട്ടിലേക്ക് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആൻഡ് കൂടി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ മാർക്സിന് എന്ന് പറയുന്നു യുവർ ഗ്രേഡ് ഈസ് ബി എന്ന് പറഞ്ഞു. ഇഫ് ദ മാർക്ക് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70 അല്ല എങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ഇറ്റ് ഈസ് ലെസ് ദാൻ 70. ലെസ് ദാൻ 70 ആണെങ്കിൽ എന്ത് നോക്കുന്നു? മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ആണോ നോക്കി. ഇവിടെ നമുക്ക് ഈ ആംബസെൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. ദെൻ ആണെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്തു? മാർക്ക് അവരുടെ ഗ്രേഡ് സി ആണെന്ന് പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ലെസ് ദാൻ 50 ആണെങ്കിൽ അയാളുടെ ഗ്രേഡ് എന്താണ്? ഫെയിൽഡ് ആണ്. അപ്പോൾ നമ്മൾ ഗ്രേറ്റർ ദാൻ 50 ആവുന്നത് വരെയുള്ള കാര്യങ്ങൾ നോക്കി. അല്ല എങ്കിൽ ലെസ് ദാൻ 50 ആണെങ്കിൽ അതിൻ്റെ മീനിങ് യുവർ ഗ്രേഡ് ഇസ് ഫെയിൽഡ്. ഓക്കെ, അപ്പോൾ ഏകദേശം മനസ്സിലായില്ലേ എങ്ങനെയാണ് ഇഫ് ലാഡർ വർക്ക് ചെയ്യുന്നതെന്ന്. ഇനി നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. നോക്കാം ക്വസ്റ്റ്യൻ. Admission to a professional course is subject to the following condition. Marks in mathematics is greater than 60, marks in physics greater than or equal to 50, and marks in chemistry greater than or equal to 40. Total in all three subjects is greater than or equal to 200. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എൻട്രി ചെയ്യുന്ന മാത്സ് ഫിസിക്സ് കെമിസ്ട്രിയുടെ മാർക്സ് നിങ്ങൾ എൻട്രി ചെയ്യണം. ആ മാർക്സ് മാത്സിൻ്റെ മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആവുക, അല്ലെങ്കിൽ ഫിസിക്സ് ആവുക. അതോടൊപ്പം ഫിസിക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50, ദെൻ കെമിസ്ട്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 ആണെങ്കിൽ അവരുടെ ടോട്ടൽ മാർക്ക് 200 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ടോട്ടൽ മാർക്ക് 200 അല്ല എങ്കിൽ ഓർ അതായത് ടോട്ടൽ മാർക്കിൻ്റെ വാല്യൂ 200 കൂടുതലല്ല എങ്കിൽ മാത്രം എന്ത് ചെക്ക് ചെയ്യണം? മാത്സ് ആൻഡ് ഫിസിക്സിൻ്റെ മാർക്ക് 150 കൂടുതലാണോ എന്ന് നോക്കാം. ആണെങ്കിൽ അയാളെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു. ആ ഒരു പുതിയ കോഴ്സിൽ അയാൾക്ക് അഡ്മിഷൻ കിട്ടുന്നു. അല്ലാത്ത കേസിലെല്ലാം നമ്മൾ എന്ത് പ്രിൻ്റ് ചെയ്യണം? നോ അഡ്മിഷൻ എന്ന് പ്രിൻ്റ് ചെയ്യണം. ഇതാണ് നോട്ട് എലിജിബിൾ ഫോർ അഡ്മിഷൻ എന്ന് പ്രിൻ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹോംവർക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക.